മുഖം തകർത്തു വീണ്ടെടുത്തവൻ, ചിറകുകൾ വിടർത്തി മറവിൽ കാത്തിടുന്നവൻ. യേശു നല്ലവൻ, യേശു നല്ലവൻ, എനിക്ക് യേശു നല്ലവൻ. നല്ല രക്ഷകൻ തൻ നാമം വാഴ്ത്തിപ്പാടും ഞാൻ. യേശു നല്ലവൻ, അതെ യേശു നല്ലവൻ, യേശു നല്ലവൻ. മുന്നിലും പിറകിലും നേരം വിരിച്ചു സ്നേഹമായി, നീണ്ട മരുഭൂവിലുള്ള കയ്യിൽ താങ്ങിടും. യേശു നല്ലവൻ, ചെങ്കടൽ പിളർന്നു നൽവഴി നടത്തിടും. അടിമയിൻ മുഖം തകർത്തു വീണ്ടെടുത്തവൻ, ചിറകുകൾ വിടർത്തി മറവിൽ കാത്തിടുന്നവൻ. യേശു നല്ലവൻ, യേശു നല്ലവൻ, എനിക്ക് യേശു നല്ലവൻ. നല്ല രക്ഷകൻ തൻ നാമം വാഴ്ത്തിപ്പാടും ഞാൻ. യേശു നല്ലവൻ, അതെ യേശു നല്ലവൻ, യേശു നല്ലവൻ. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. ഉള്ളിൽ പ്രാർത്ഥിച്ചു. ദൈവമേ, സ്തുതിക്കുന്നു കർത്താവേ. കർത്താവായ യേശുവേ, സ്തോത്രം. ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. നാം കർത്താവിന്റെ വചനത്തിൽ നിന്ന് ചിന്തിക്കുന്ന സമയങ്ങളാണ്. കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ പല വിഷയങ്ങളെ സംബന്ധിച്ചും പഠിക്കാനിടയായിത്തീർന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിപ്പാനിടയായിത്തീർന്നത് അനുസരണം എന്നുള്ള വിഷയമാണ് ചിന്തിച്ചത്. ദൈവഭക്തനായ ഒരു മനുഷ്യൻ അനുസരിക്കേണ്ടത് ആരെയാണ്, എന്തെല്ലാം കാര്യങ്ങളാണ് അവൻ അനുസരിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിപ്പാനിടയായിത്തീർന്നത്. അതിന് വചനം പറയുന്നത് ഒന്നാമത്തെ, അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലതാണ്. പറഞ്ഞേ, അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലതാണ്. അപ്പൊ യാഗം കഴിക്കുന്നതിനേക്കാൾ നല്ലതേതാ? അനുസരിക്കുന്നത്. മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും ദൈവം ഇഷ്ടപ്പെടുന്ന ഏതാ? ശ്രദ്ധിക്കുക. ശ്രദ്ധിക്കുക, അനുസരിക്കുക. ശ്രദ്ധിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം ഉള്ളിൽ പ്രവേശിക്കുന്നു. അത് അനുസരിക്കുമ്പോൾ ദൈവ ഇഷ്ടം മനുഷ്യരിൽ നിവൃത്തിയാകുന്നു. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും ഇരിക്കും. ഇതാണ് പ്രമാണം. അപ്പോ അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലതെന്ന് പറയുമ്പോൾ അതിന്റെ ക്രിയ വരുന്നത് എങ്ങനെയാ? ശ്രദ്ധിക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ അനവധി ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കുമ്പോഴാണ് ദൈവത്തിന്റെ വചനം ഹൃദയത്തിൽ പ്രവേശിക്കുന്നത്. അപ്പൊ ശ്രദ്ധ കൊണ്ട് എന്ത് സാധിക്കും? ദൈവത്തിന്റെ വചനം ഉള്ളിൽ പ്രവേശിക്കും. ഇത് കഴിഞ്ഞതിന് ശേഷം ഇത് അനുസരിക്കുമ്പോൾ ദൈവത്തിന്റെ ഇഷ്ടം നാം നിവർത്തിച്ചതായിട്ട് കണക്ക് കൂട്ടും. ദൈവത്തിന്റെ ഇഷ്ടം നിവർത്തിക്കുന്നവൻ എന്നേക്കും ഇരിക്കും. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കും. മനുഷ്യ ജീവിതത്തിൽ അനുസരണത്തിന് എതിരായിട്ടുള്ള വരുന്ന ഒന്ന് കാര്യമാണ് ലോകമോഹം. അപ്പൊ മനുഷ്യൻ അനുസരിക്കാതിരിക്കാൻ ഇടയാകുന്നത് മനുഷ്യന്റെ ഉള്ളിൽ മോഹം ജനിക്കുന്നത് കൊണ്ടാണ്. മനുഷ്യന്റെ ഉള്ളിൽ മോഹം ജനിക്കുന്നത്, ആ മോഹം
എവിടെ നിന്ന് വരുന്നതാ? ഒരാൾക്കൊരു മോഹം. എന്താണ് മോഹം? എനിക്ക് ഒരു ആ, 10,000 രൂപ വേണം, അല്ലെങ്കിൽ എനിക്ക് ഭംഗിയുള്ള ഒരു ഉടുപ്പ് വേണം, അല്ലെങ്കിൽ എനിക്കൊരു നല്ല മൊബൈൽ വേണം. ഇത് മനുഷ്യൻ്റെ ഉള്ളിൽ എന്തായിട്ട് വരുന്നു? മോഹമായിട്ട് വരും. ആഗ്രഹമല്ല, അയ്യോ നല്ല ഇതായിരുന്നു. മോഹം എവിടെ നിന്ന് വരുന്നു? ജഡത്തിൽ നിന്ന് വരുന്നു. ജഡത്തിൽ മോഹം എവിടെ നിന്ന് വരുന്നു? ലോകത്തിന്റെ സ്വാധീനത്താൽ മോഹം വരുന്നു. ലോകം എവിടെ കിടക്കുന്നു? സകല ലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. ദുഷ്ടന്റെ നേതാവാണ് ആര്? സാത്താൻ. അപ്പോ മനുഷ്യന് അനുസരിക്കാൻ സാധിക്കാതെ വരുന്നതിന്റെ കാരണമാണ് ചിന്തിക്കുന്നത്. അനുസരിക്കാൻ സാധിക്കാതെ വരുന്നത് എന്തുകൊണ്ടാ? മോഹം വരുന്നു. മോഹം വരുന്നത് എവിടെ നിന്നാ? ജഡത്തിൽ നിന്ന്. ജഡത്തിൽ മോഹം വരുന്നത് എവിടെ നിന്നാ? ലോകത്തിൽ നിന്ന്. ലോകത്തിൽ മോഹം വരുന്നത് എവിടെ നിന്നാ? ദുഷ്ടനിൽ നിന്ന്. ദുഷ്ടന്റെ അധീനമാണ്. ദുഷ്ടന് ദുഷ്ടന്റെ തലവനാരാ? സാത്താൻ. അപ്പോ ദൈവവും സാത്താനും തമ്മിലുള്ള യുദ്ധമാണ് മനുഷ്യനിൽ അനുസരണവും അനുസരണക്കേടായിട്ടും വരുന്നു. പറഞ്ഞേ, ദൈവത്തിന്റെ ദൈവവും ദൈവത്തിന്റെ എതിരാളിയാണ് ആര്? സാത്താൻ. ഈ യുദ്ധമാണ് മനുഷ്യരിൽ എന്തായിട്ട് തീർന്നത്? എന്നിൽ ലിതിയോട് പറയാണ്, നീ നാളെ ഉച്ചവരെ ഉപവസിച്ച് പ്രാർത്ഥിക്കണം എന്ന് പറയുക. ദൈവം പറയാം. അപ്പോൾ നിന്റെ ഉള്ളിൽ അത് ആഗ്രഹമായിട്ടുണ്ടാവും. അപ്പൊ നിനക്ക് ഒരാഗ്രഹം, നാളെ ഒരു ഫംഗ്ഷന് പോകണം, 11 മണിക്കാണ്. അവിടെ നല്ല വിഭവങ്ങളുണ്ട്, അതിന് പോകണം. അപ്പൊ ആ വിഭവങ്ങൾ കഴിക്കാനുള്ള മോഹം. അപ്പൊ രണ്ട് പറഞ്ഞ്, ഒരാഗ്രഹം എന്താ? ഉപവസിക്കണം. അതാര് കൊണ്ടുവന്നതാ? ദൈവം കൊണ്ടുവന്നു. ഇച്ഛിക്കുന്നത് ദൈവമാണ്. മനുഷ്യനിൽ ഇച്ഛ വരുന്നത് എവിടെ നിന്നാ? എന്നാൽ നാളെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, അതിൽ വലിയൊരു വിരുന്നുണ്ട്, അതിൽ സംബന്ധിക്കണം എന്നുള്ളത് എന്താ? മോഹമാണ്. മോഹിപ്പിക്കുന്ന ആരാ? ക്രമം പറയണം. മോഹിപ്പിക്കുന്നത് ജഡത്തിൽ വരുന്നത് ലോകത്തിൽ നിന്ന്, ലോകത്തിൽ വരുന്നത് ദുഷ്ടനിൽ നിന്ന്, ദുഷ്ടനിൽ നിന്ന് വരുന്നത് സാത്താനിൽ നിന്ന്. സാത്താൻ, ദുഷ്ടൻ, ലോകം, ജഡം, മോഹം, അനുസരണക്കേട്. പറഞ്ഞു. സാത്താൻ, ദുഷ്ടൻ, ലോകം, ജഡം, മോഹം, അനുസരണക്കേട്. ഇനി ദൈവത്തിന്റെ പറ. ദൈവം, ഇച്ഛ, അനുസരണം. അനുസരണം. അവ രണ്ടുപേരിൽ അനുസരിക്കുകയാണെങ്കിൽ ആര് ജയിച്ചു? ദൈവം ജയിച്ചു. അനുസരിക്കാതിരുന്നാൽ ആര് ജയിച്ചു? സാത്താൻ ജയിച്ചു. അപ്പോൾ സ്വർഗത്തിൽ രണ്ട് ഭാഗമുണ്ട്. ദൈവവും ദൈവത്തിന്റെ ദൂതന്മാരും വലിയൊരു സൈന്യവുമുണ്ട്. അതുപോലെ സാത്താനും അവർ സൈന്യവുമുണ്ട്. ദൈവം വസിക്കുന്ന സ്ഥലത്ത് സാത്താൻ ഉണ്ടാവുമോ? ഉണ്ട്. ഒരു സമയം വരെ ഉണ്ട്. ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ഒരു സമയം വരെ അവൻ അവിടെ അവസരം കൊടുത്തിരിക്കുക സാത്താന്. അതുവരെ അവനോടെ ഉണ്ടാവും. അപ്പോ ഒരാൾ അനുസരിച്ച് കഴിയുമ്പോൾ സ്വർഗത്തിൽ സന്തോഷം ഉണ്ടാവും. ഏത് പാളയത്തില്? ദൈവത്തിന്റെ ദൂതന്മാരെയും പാളയത്തിൽ സന്തോഷം ഉണ്ടാവും. അനുസരണക്കേട് കാണിച്ചു കഴിഞ്ഞാൽ സന്തോഷമുണ്ടോ? ആരുടെ പാളയത്തില്? സാത്താനെ അവന്റെ സൈന്യത്തിലെയും പാളയത്തില് സന്തോഷം ഉണ്ടാവും. ഇതിങ്ങനെ ഈ ലോകം മുഴുവനും മനുഷ്യനെ കേന്ദ്രീകരിച്ചാണ്. നമ്മൾ എപ്പോഴും ഒരു കാര്യം ഓർത്തോളണം.
നമുക്ക് കർത്താവ് തന്നിരിക്കുന്ന കൽപ്പന, ദൈവമേ, ഞാൻ ഇത് എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് അനുസരിക്കുകയാണെങ്കിൽ എൻ്റെ ദൈവമാണ് ജയിക്കുന്നത്. ഞാനിത് അനുസരണക്കേട് കാണിക്കുകയാണെങ്കിൽ സാത്താൻ ജയിക്കുന്നു. ദൈവത്തിനത് അപമാനമായി തീരുന്നു. ഇത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ഗ്രഹിച്ചു കൊള്ളണം. അടുത്ത കാര്യം, കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത്, നമ്മൾ എന്തിനെ അനുസരിക്കണം? അനുസരിക്കുന്നത് ആരെ അനുസരിക്കണം, ആരെയെല്ലാം അനുസരിക്കണം? നമുക്ക് ഒറ്റ 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 ആ, വാക്കില് ഇതറിയാം. എന്തറിയാം? ദൈവം നമുക്ക് കൽപ്പന തന്നിട്ടുണ്ട്. കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, മോഹിക്കരുത്, നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കണം, മുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ അതാണ് നമുക്ക് തന്നിരിക്കുന്ന കൽപ്പനകൾ അനുസരിച്ചാൽ മതി. ഈ കൽപ്പനകളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിക്കാൻ ഇടയായി തീർന്നത്. അതിൽ നീ ആ വീഡിയോ കേൾക്കണം കേട്ടോ. ആ വീഡിയോ തരാം. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിപ്പാൻ ഇടയായി തീർന്നത്, ഒന്നാമത് നമ്മൾ അനുസരിക്കേണ്ടത് ദൈവത്തെയാണ്. ദൈവത്തെ അനുസരിക്കുന്ന ഒരു മനുഷ്യൻ എപ്പോഴും ഓർക്കേണ്ടതാണ്, എല്ലാ മനുഷ്യരും ദൈവത്തെ അനുസരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ അവർക്ക് അനുസരിക്കാൻ പറ്റാത്ത നിലയിൽ, ദൈവം മഹാശക്തനാണ്, അത്രയും വലിയൊരാളാണ്, ആ ദൈവം എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ അനുസരിക്കാതിരിക്കില്ല. പക്ഷേ മോഹിച്ചാൽ നമ്മൾ ദൈവത്തെ അനുസരിക്കില്ല. അതുകൊണ്ട് എപ്പോഴും ഓർക്കേണ്ടത്, മനുഷ്യർക്ക് അനുസരണത്തിന് തടസ്സമായി നിൽക്കുന്നതാണ് മനുഷ്യന്റെ ഹൃദയത്തിലുണ്ടാകുന്ന മോഹം. മോഹത്തിന്റെ വിവിധ ഭാഗങ്ങളാണ് കൊതി, പ്രേമം മുതലായിട്ടുള്ള ലോകത്തെക്കുറിച്ചുള്ള ചിന്തകൾ. എന്നാൽ ഇവിടെ നമ്മൾ പഠിക്കുന്നത്, ഏദൻ തോട്ടത്തിൽ ആദാമിനെയും ഹവ്വയെയും ദൈവം കൽപ്പിച്ചാക്കി. അവിടെ ഈ തോട്ടത്തിൽ ഉള്ള സകല വൃക്ഷത്തിന്റെയും ഫലം നിങ്ങൾക്ക് ഭക്ഷിക്കാം. എന്നാൽ ഈ തോട്ടത്തിന്റെ നടുക്ക് നന്മ തിന്മകളെക്കുറിച്ച് തിരിച്ചറിയുന്ന ഒരു വൃക്ഷത്തിന്റെ ഫലമുണ്ട്. അത് തിന്നരുത്, അത് തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും എന്ന് പറയും. അപ്പോ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചത് ശത്രുവായ സാത്താൻ കേട്ടോണ്ടിരിക്കുകയാണ്. ഇത്രയും ശക്തനായ ഒരു ദൈവം കൽപ്പിച്ചിരിക്കുന്ന കൽപ്പന മനുഷ്യരോട് ഒന്ന് പറയാ, ആദമേ, ഹൗവേ, നിങ്ങളത് അനുസരിക്കണ്ട, നിങ്ങളാ ഫലം പറിച്ചു തിന്നു എന്ന് പറഞ്ഞാൽ അവർ കേൾക്കുവോ? ഇല്ല. അത് നമ്മളുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ഓർത്തോളണം. ലോകത്തിൽ ഒരു മനുഷ്യനും ദൈവം കൽപ്പിച്ച കൽപ്പനയ്ക്ക് വിരോധമായിട്ട് ഒരാൾ വന്ന് പറഞ്ഞാൽ അത് ചെയ്യാതിരിക്കില്ല, അവൻ അനുസരിക്കുക തന്നെ ചെയ്യും. എന്നാൽ ഇതിനൊരു വഴിയേ ഉള്ളൂ, ഇവന്റെ ഉള്ളിൽ മോഹം ജനിപ്പിക്കണം. മോഹം ജനിപ്പിക്കണം. മോഹം എന്ന് പറയുന്നതിന് 3 ഭാഗങ്ങളാണുള്ളത്. 1 ജഡമോഹം, 2 കൺമോഹം, 3 ജീവനത്തിന്റെ പ്രതാപം. അതായത് ഒരാളോട് പറയുമ്പോൾ, നിനക്ക് ധാരാളം ഭക്ഷണം, നല്ല രുചിയുള്ള ഭക്ഷണം തരാം എന്ന് പറഞ്ഞാൽ, രണ്ടാമത്തത് നല്ല കാണാൻ ഭംഗിയുള്ള ഒരു സാധനം നിനക്ക് തരാം, മൂന്നാമത്തത് നിനക്ക് ഈ ലോകത്തിൻ്റെയൊക്കെ അധികാരം നിങ്ങൾക്ക് തരാം. മോഹത്തിന്റെ 3 വിഭാഗങ്ങളാണ്. ഏതൊക്കെയാണ്? ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം.
ഈ 3 കാര്യങ്ങളായിട്ട് വിഭാഗിച്ചിരിക്കുകയാണ്. ഇത് 3ഉം മനുഷ്യന്റെ ഉള്ളിൽ കയറിക്കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യും? അനുസരണക്കേട് കാണിക്കും. അത് എപ്പോഴും നമ്മൾ ഓർത്തോളണം. ദൈവം കൽപ്പിച്ച കൽപ്പന അനുസരിക്കണമെങ്കിൽ എന്തൊക്കെ പോണം? ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം എന്നീ 3 കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഹവ്വയുടെ അടുക്കൽ വന്ന് സാത്താൻ ചോദിച്ചു, ഈ തോട്ടത്തിലുള്ള വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾക്ക് തിന്നാൻ പാടില്ലേ? അപ്പൊ ഹവ്വ പറഞ്ഞു, തിന്നാം. പക്ഷെ തോട്ടത്തിന് നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിനൊരു വൃക്ഷമുണ്ട്. അത് നന്മ തിന്മകളെ കുറിച്ച് തിരിച്ചറിയുന്ന വൃക്ഷമാണ്. അതിന്റെ ഫലം തിന്നരുത്, അതിൽ തൊടാൻ പോലും പാടില്ല എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. അപ്പോ സാത്താൻ പറഞ്ഞു, മരിക്കുകയൊന്നുമില്ല, നിങ്ങൾ മരിക്കില്ല. തിന്നുന്ന സമയത്ത് എപ്പോ തിന്നുന്നോ അപ്പോൾ നിങ്ങൾ ദൈവത്തെ പോലെയാവും. അപ്പോ ഏദൻ തോട്ടത്തില് കർത്താവ് എപ്പോഴാ വന്നുകൊണ്ടിരുന്നേ? പറ. വെയിലാറിയപ്പോൾ. ആ വാക്ക് അങ്ങനെയാന്ന് പറഞ്ഞോളൂ. എപ്പോ വരും? വെയിലാറിയപ്പോൾ. വെയിലാറുമ്പോ എങ്ങനെയാ വന്നോണ്ടിരുന്നേ? ഈ വന്ന ആളെ എന്റെ രൂപം തന്നെ അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണ്, വെള്ളോടിന് സദൃശ്യമായ കാല്, മുഖം സൂര്യനെ പോലെ, കണ്ണഗ്നിജ്വാല, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ആ രൂപത്തിലാണ് അന്ന് കർത്താവ്. ആ രൂപത്തിലായിരുന്നു. യേശു ഏതും തോട്ടത്തിൽ വന്നേ എങ്ങനെയാന്ന് ചോദിച്ചാൽ എന്ത് പറയും? യേശു ഈ ലോകത്തിലായിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു? നമ്മളെ പോലൊരു മനുഷ്യനായിരുന്നു. അവന്റെ ശരീരം ഉണ്ടായി എങ്ങനെയാ? ലോകത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചു, അല്ലേ? ആദ്യഭാഗം, ശരീരത്തിന്റെ ആദ്യഭാഗം, ഇപ്പൊ നമ്മുടെയൊക്കെ ആദ്യഭാഗം നമുക്കുണ്ടായത് എങ്ങനെയാ? അമ്മയുടെ ഗർഭത്തിൽ നിന്ന്. യേശുവിന്റെ ആദ്യഭാഗം ഉണ്ടായ എവിടെ നിന്ന്? മറിയയുടെ ഗർഭത്തിൽ നിന്ന്. ലോകത്തിൽ ജനിച്ചതിന് ശേഷം ശരീരം വർദ്ധിച്ചത് എവിടെ നിന്ന്? ആഹാരത്തിൽ നിന്ന്. അപ്പോൾ നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്ന ശരീരത്തിന് 5 മൂലകങ്ങളാണ് ഉള്ളത്. 5 മൂലപദാർത്ഥങ്ങളാണ്. ഏതൊക്കെയാ? ഭൂമി, അഗ്നി, ആകാശം, വായു, ജലം. ഇതാണ് 5 മൂലകങ്ങൾ. ഇത് തന്നെയാണ് യേശുവിൻ്റെയും ശരീരം. അന്ന് ഈ ശരീരം ഉണ്ടായിരുന്നോ ഏദൻ തോട്ടത്തിൽ വരുമ്പോ? ഇല്ല. പിന്നെ ഏത് രൂപം ഉണ്ടായിരുന്നേ? ദൈവപുത്രന്റെ രൂപമാണ് അന്നുണ്ടായിരുന്നത്. ദൈവപുത്രന്റെ രൂപം എന്ന് പറഞ്ഞാൽ എന്തെന്ന് പറയും? അപ്പൊ തന്നെ ഓർത്തു കൊള്ളണം. ഏതാ വചനം? ഏതാണെന്നറിയാമോ? ദൈവപുത്രന്റെ രൂപം ഏതാ? വെളിപ്പാട് 2:18 വായിച്ചേ. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം വായിക്കാം. തുയത്തൈരയിലെ സഭയുടെ ദൂതൻ എഴുതുക, അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണും. അപ്പൊ ദൈവപുത്രന്റെ രൂപം എന്നാന്ന് ചോദിച്ചാൽ വചനപ്രകാരം എന്തു പറയും? ഉറക്കെ പറയേ. അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണും വെള്ളോട് സദൃശ്യമായ കാലുമുള്ളതാണ് ദൈവപുത്രൻ. അതാണ് ദൈവപുത്രന്റെ രൂപം. ദൈവപുത്രൻ. അപ്പോ ഈ ദൈവപുത്രനാണ് ഏദൻ തോട്ടത്തിലേക്ക് വരുന്നത്. ഏദൻ തോട്ടത്തിലേക്ക് വരുമ്പോഴത്തേക്കും എങ്ങനെയിരിക്കും ശോഭ? അപ്പൊ ആദാമൊക്കെ എങ്ങനെയിരിക്കുന്നത്? മനുഷ്യരൂപത്തിന്. മനുഷ്യരൂപത്തിൽ നിന്ന് ഇന്നത്തെ രൂപമാണ് തേജസ്സിനാൽ പ്രകാശിച്ചിരുന്ന രൂപം. അപ്പോ യേശുവിന്റെ രൂപവും അന്ന് ഉണ്ടായിരുന്ന ദൈവപുത്രന്റെ രൂപവും ആദാമിന്റെ രൂപവും തമ്മിൽ വ്യത്യാസം തന്നെ. ഇതൊരു സാക്ഷാൽ ബൾബ്. നമ്മളൊരു കണ്ണാടി താഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ റിഫ്ലക്ഷൻ. അപ്പോൾ കണ്ണാടിയിലും ഉണ്ട് ബൾബ്, മേളിലും ഉണ്ട് ബൾബ്. ഇതുപോലെയാണ് ആദാമും ഹവ്വയും പ്രകാശിച്ചിരുന്നത്. എങ്ങനെ? അപ്പോ ആദാമിലും ഹവ്വയിലും ഇത് പ്രകാശിക്കണമെങ്കിൽ ഒരു കണ്ണാടി വേണ്ടേ? അതേതാ കണ്ണാടി? തേജസ്സല്ലേടി പ്രകാശിച്ചു നിൽക്കണേ. അതാവുണ്ടായിരുന്ന കണ്ണാടി ഏതാണ്?
അല്ലെന്ന്, അത് ഒരു ശരീരഭാഗമാ. മനുഷ്യന് ഒരു ശരീരഭാഗമുണ്ട്. കണ്ണാടിയാ അത്. ഏഹ് എന്ത്? അല്ല. ഇവിടുന്ന് ദൈവപുത്രന്റെ ശോഭ അങ്ങോട്ട് വന്ന് അത് റിഫ്ലക്ട് ചെയ്യാനായിട്ടൊരു അല്ല. ദേഹി ആ ഭാഗം ഒന്ന് വായിക്കാം. കൊരിന്ത്യ ലേഖനം, 2 കൊരിന്ത്യ ലേഖനം 3:16. 3:16, 17. പുസ്തകം കൊണ്ടുവരാൻ ഞാൻ കർത്താവിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും. കർത്താവിന്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നതായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടും. കണ്ണാടി വെച്ച് കഴിഞ്ഞാൽ കണ്ണാടിയിൽ അഴുക്കുണ്ടെങ്കിൽ ഇതിന്റെ പ്രകാശം കുറച്ച് കുറയും. കണ്ണാടി നല്ല വൃത്തിയായിട്ട് ഏറ്റവും നല്ല, നമ്മൾ കേട്ടിട്ടുണ്ട് പണ്ട്, ഇവിടെ കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല പണ്ടത്തെ കണ്ണാടി ഏതെന്നറിയാം? ബെൽജിയം ഗ്ലാസ് എന്ന് പറയും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ തന്നെ ആ റിഫ്ലക്ഷൻ ഉണ്ടാവും. ഇതുപോലെ മനുഷ്യന്റെ ദേഹിയിൽ മൂടിക്കിടന്ന് മൂടുപടം ഉണ്ടായിരുന്നു. അത് മാറ്റിക്കഴിഞ്ഞാൽ ഇതെങ്ങനെ ഇരിക്കും? ഇതിനകത്തുനിന്ന് ബൾബ് കണ്ണാടിയിൽ പ്രകാശിക്കുന്നത് പോലെ പ്രകാശിച്ചുകൊണ്ടിരിക്കും. എങ്ങനെ? ബൾബ് ഇതിൽ പ്രകാശിക്കുന്നത് പോലെ ആ പ്രകാശം ഉണ്ടായി. അപ്പോൾ വന്നു കഴിയുമ്പോഴത്തേക്കും ബൾബും കണ്ണാടിയും പോലെയാണ് ആര്? ഏദൻ തോട്ടത്തിൽ പറഞ്ഞ ആരാ? ആദമും കർത്താവും. കർത്താവ് അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണുള്ളവനായിട്ട്, തേജസ് ഉള്ളവനായിട്ട് ഇങ്ങ് വരും. ഇവര് എന്ത് ചെയ്യും? പ്രകാശിക്കും. ഇവര് നല്ല കണ്ണാടിയിൽ പ്രകാശിക്കുന്ന പോലെ ഇവരങ്ങ് പ്രകാശിച്ചു നിൽക്കും. അതിന് ഉദാഹരണം പറഞ്ഞു. അങ്ങനെ മനുഷ്യന്റെ ഇങ്ങനെ ഒരു കണ്ണാടി യേശുവിനുണ്ടോ? ഇല്ലേ. ഇങ്ങനെയാണ്. ഭൂമിയിൽ വന്ന യേശുവിന് അങ്ങനെ ഒരു കണ്ണാടി ഇല്ലേ? നമ്മളെപ്പോലെ തന്നെ ഒരാളാ. ആൾക്കും കണ്ണാടിയുണ്ട്. ഈ പറയുന്ന കണ്ണാടിയുണ്ട്. അതിൽ പ്രകാശിക്കുന്ന, അതിലും നമ്മുടെ കണ്ണാടിയിലും പ്രകാശിക്കുന്നത് ഒരു സൂര്യനാ. ഏത് സൂര്യനാ? നീതിസൂര്യനായ സൈന്യങ്ങളുടെ ദൈവം, അതായത് സ്വർഗത്തിൽ ഇരിക്കുന്ന അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണുള്ള ആള്. ഈ ആള് തന്നെയാണ് നമ്മിലും പ്രകാശിക്കുന്നത്, യേശുവിലും പ്രകാശിക്കുന്നത്. അപ്പൊ മനുഷ്യനിൽ റിഫ്ലക്ഷൻ ഉണ്ടാക്കുന്ന കണ്ണാടി ഏതാ എന്ന് പറഞ്ഞേ? ദേഹി. മനുഷ്യന് എത്ര ഭാഗമുണ്ട്? ദേഹം, ദേഹി, ആത്മാവ് എന്ന് പറയുന്ന 3 ഘടകങ്ങളുണ്ട്. അതിൽ ദേഹം എന്ന് പറയുന്നത് പഞ്ചേന്ദ്രിയങ്ങൾ ഘടിപ്പിച്ചിരിക്കുന്നു. ആത്മാവെന്ന് പറയുന്നത് അവന് ജീവനെ കൊടുക്കുന്നു. ദേഹി എന്ന് പറയുന്നത് അവൻ ആരെ ആരാധിക്കുന്നുവോ, അല്ലെങ്കിൽ അവന്റെ ദൈവം ആരാണോ ആ ദൈവത്തെ പ്രതിഫലിപ്പിക്കുന്നു. ശരി എന്ന് പറഞ്ഞു കേൾക്കട്ടെ. മനുഷ്യന് എത്ര ഭാഗമുണ്ട്? ലിതിയ പറഞ്ഞേ. 3 ഭാഗം. ഒന്ന്, ദേഹം, ദേഹി, ആത്മാവ് എന്ന് പറയുന്ന 3 ഭാഗങ്ങളുണ്ട്. അതിൽ ഓരോന്നിന്റെയും പറ. ശരീരത്തിന്റെ പ്രത്യേകത, ശരീരത്തിന്റെ ആവശ്യം. പഞ്ചേന്ദ്രിയങ്ങൾ. പഞ്ചേന്ദ്രിയങ്ങൾ ഏതൊക്കെയാ? മൂക്ക്, ചെവി, നാക്ക്, ത്വക്ക്, കണ്ണ് എന്നീ 5 ഭാഗങ്ങളാണുള്ളത്. ഇത് ഫിറ്റ് ചെയ്തേക്കണ ഏതിലാ? ശരീരത്തിലാണ്. പഞ്ചേന്ദ്രിയങ്ങൾ ഘടിപ്പിച്ചിരിക്കുന്നത് എവിടെയാ? നിയമം ദേഹത്തിലും. ഇനി ആത്മാവ് കൊണ്ട് എന്താ പ്രയോജനം? ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു. മനുഷ്യന് ജീവന് നൽകുന്നത് ആത്മാവാകുന്നു. ഇനി ദേഹി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ആരെയാണ് ദൈവമായിട്ട് കരുതുന്നത് ആ ആളുടെ റിഫ്ലക്ഷൻ അതിലുണ്ടാവും. അപ്പോൾ ഒരു ആട് ദൈവമായിട്ട് ആരെയാ കണക്ക് കൂട്ടണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആടും ദേഹിയില്ല. ഞാൻ അറിയാൻ വേണ്ടി ചോദിച്ചതാ. നീ പറയാന്നറിയാൻ വേണ്ടി ചോദിച്ചതാ. വളരെ നന്നായി. അപ്പൊ മനുഷ്യന് മാത്രം ഉള്ളതാണ് എന്ത്? ദേഹി. ഇതുപോലെ തന്നെ ആർക്കും ഉണ്ട്? യേശു എന്ന മനുഷ്യനും ഉണ്ട്. അപ്പോ യേശു എന്ന മനുഷ്യനിലും
നമ്മിലും പ്രകാശിക്കുന്നത് സൂര്യനാണ്. ഏത് സൂര്യൻ? ഈ സൂര്യനല്ല. പിന്നെയോ? വചനം പറ. നീതി സൂര്യൻ. വചനം പറഞ്ഞേ. യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു. 84 സങ്കീർത്തനം പറഞ്ഞേ. യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു. പറഞ്ഞേ. നിയമം പറഞ്ഞേ. യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു. അപ്പൊ നമ്മള് രാവിലെ വെളുപ്പിന് ഒരു 6 മണിക്ക് എഴുന്നേറ്റ് ഇവിടെ ഒരു 10 കുഴി ഉണ്ടാക്കി. 10 കുഴി ഉണ്ടാക്കിയതിന് ശേഷം അതിനകത്ത് വെള്ളം നിറച്ചിട്ടു. ഒരു കുഴി ഉണ്ടാക്കിയിട്ട് വെള്ളം ഒഴിച്ചില്ല. നേരം വെളുക്കുമ്പോഴത്തേക്കും ഒരു 9 മണിയാകുമ്പോഴത്തേക്കും ഈ 11 കുഴി നോക്കിക്കഴിഞ്ഞാൽ എന്ത് കാണും? 10 കുഴിയിലും 9 കുഴിയിൽ വെള്ളമുണ്ട്, ഒരു കുഴിയിൽ വെള്ളമില്ല. ഇതിലേക്ക് നോക്കുമ്പോൾ എന്ത് കാണും? 10 കുഴിയിൽ നോക്കുമ്പോഴും വെള്ളവും ഉദിച്ച സൂര്യനും അതിലുണ്ടാവും. ഒരു കുഴിക്കകത്തോ വെള്ളമില്ല, അതിന് പ്രതിഫലിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിന് പ്രതിഫലനം ഉണ്ടാവില്ല. ഇതുപോലെയാണ് ലോകജാതികളും ദൈവമക്കളും തമ്മിലുള്ള വ്യത്യാസം. ദൈവത്തിന്റെ മക്കൾക്ക് അവരുടെ ഉള്ളിൽ ദേഹി എന്ന് പറയുന്ന കാര്യമുണ്ട്. ഇതാണ് എന്ത് ചെയ്യുന്നത്? തന്നിലേക്ക് വരുന്ന ദൈവത്തിന്റെ പ്രതിഫലനം ഉണ്ടാക്കുന്നത്. അപ്പോ ഒന്നുകൂടി പറഞ്ഞ് ലിതിയ പറഞ്ഞേ. മനുഷ്യന് എത്ര ഭാഗങ്ങളുണ്ട്? 3. ഏതൊക്കെ? ദേഹം, ദേഹി, ആത്മാവ് എന്ന് പറയുന്ന 3 ഘടകങ്ങളുണ്ട്. അതിൽ ഓരോന്നിന്റെ ധർമ്മം. ദേഹത്തിൽ പഞ്ചേന്ദ്രിയങ്ങൾ വെച്ചിരിക്കുന്നു. ആത്മാവ് കൊണ്ട് ജീവൻ തരുന്നു. ദേഹി കൊണ്ട് അവൻ ആരെയാണോ ദൈവമായിട്ട് കണക്കൂട്ടുന്നത് അതിന്റെ പ്രതിഫലനം അതുണ്ടാകും. ആ ദേഹിയിൽ പ്രതിഫലനം ഉണ്ടെങ്കിൽ അത് എവിടെ നോക്കിയാൽ കാണും? കറക്റ്റ്, മുഖത്ത് നോക്കിയാൽ കാണും. മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് കാണും. അപ്പൊ ഇങ്ങനെ വരുമ്പോഴാണ്, ഇങ്ങനെ ആയിരിക്കാനാണ് ദൈവം ആഗ്രഹിച്ചത്. അപ്പോ ആദാമിന്റെ ദേഹിയിൽ നോക്കിയാൽ എന്ത് കാണും? ദൈവപുത്രന്റെ അഗ്നിജ്വാലിക്കത്തുള്ള കണ്ണുള്ള ആളിന്റെ പ്രതിഫലനം. ആദാമിന്റെ മുഖത്ത് നോക്കിയാൽ എന്ത് ഉണ്ടാവും? തേജസ് ഉണ്ടാവും. ഇങ്ങനെയാണ് ദൈവം ആഗ്രഹിച്ചത്. എന്നാൽ ഇവിടെ ഇത് എത്ര കാലം ഉണ്ടെന്നറിയാവോ? അതായത് ഈ പ്രതിഫലനം ഉണ്ടാകണമെങ്കിൽ, അതായത് ഈ വെളിച്ചം, ബൾബിന്റെ പ്രതിഫലനം കണ്ണാടിയിൽ ഉണ്ടാകണമെങ്കിൽ ഇതിന്റെ ഇടയ്ക്ക് കൊണ്ടുവന്ന് ഒരു മറയിട്ട് കഴിഞ്ഞാൽ ഇതിലേക്ക് വരും വെളിച്ചം? ഇല്ല. ഈ കണ്ണാടിയിൽ പൊടി പിടിച്ച് കിടന്നാൽ ഉണ്ടാവുമോ? കണ്ണാടി മൂടിയിട്ടാ ഉണ്ടാവുമോ? ഉണ്ടാവില്ല. അപ്പോ ഈ കണ്ണാടി ഏത് വിധേനയും മറയ്ക്കണം. ഇത് ശത്രുവിന്റെ ആഗ്രഹം. ഈ കണ്ണാടിയിൽ സാത്താന്റെ മുഖം വന്നം എന്ന അവന്റെ ആഗ്രഹം. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണം? 4 കാര്യങ്ങൾ വേണം. ഏതൊക്കെയാ? അല്ലല്ല, 4 കാര്യങ്ങൾ. ഇവൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നതും അനുസരിക്കുന്നതും വിശ്വസിക്കുന്നതും സ്നേഹിക്കുന്നതും. ഈ 4 കാര്യങ്ങൾ എന്തിനെയാണോ അതായിരിക്കും ഈ കണ്ണാടിയിലെ പ്രതിഫലനം. ഏതൊക്കെ ചെയ്യുന്നത്? നയം എന്ന് പറഞ്ഞ്. ഏറ്റവും കൂടുതൽ അനുസരിക്കുന്നത്, ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത്, ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്, ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത്. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? ദൈവത്തെക്കാൾ കൂടുതൽ ആരെയും വിശ്വസിക്കരുത്, ദൈവത്തെക്കാൾ കൂടുതൽ ആരെയും ഭയപ്പെടരുത്, ദൈവത്തെക്കാൾ കൂടുതൽ ആരെയും അനുസരിക്കരുത്, ദൈവത്തെക്കാൾ കൂടുതൽ ആരെയും സ്നേഹിക്കരുത്. ഏറ്റവും സ്നേഹം ആരെയായിരിക്കണം? ഏറ്റവും ഭയം ആരെയായിരിക്കണം? ഏറ്റവും വിശ്വാസം ആരെയായിരിക്കണം? ഏറ്റവും അനുസരണം ദൈവത്തെ. ഈ 4 കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്നല്ല, ഈ 4 കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്ത്? എല്ലാ മൂടുകൂടം അങ്ങ് നീങ്ങി ഡയറക്റ്റ് ഇങ്ങോട്ട് പതിക്കുക. എങ്ങോട്ട്? ദേഹിയിലേക്ക്. എന്ത് പതിക്കുന്നു? ഈ സൂര്യന്റെ, അതായത് യഹോവയായ ദൈവം, അതായത് ദൈവപുത്രനായ ക്രിസ്തുവിന്റെ പ്രകാശനം ഇതിലേക്ക് വരുക.
ഇതിങ്ങനെ തന്നെ അങ്ങ് പ്രതിഫലിക്കുക. അതിനെക്കുറിച്ച് അപ്പോൾ നമ്മൾ വായിച്ചു കേട്ടത്. അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. ഒരു പാത്രത്തിൽ വെള്ളം വെച്ചതിന് ശേഷം ഇതിൽ കാണുന്ന ഈ ബൾബും ഇതിൽ കാണുന്ന ബൾബും തമ്മിൽ വ്യത്യാസമുണ്ടോ? ഒരുപോലെ ഇരിക്കും, ഒരുപോലെ. ഇതിങ്ങനെ സംഭവിച്ച ഒരു കാര്യം പറഞ്ഞേ. ഒരു സ്ഥലത്ത് സംഭവിച്ചിട്ടുണ്ട്. എങ്ങനെയാ? ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 28-ാം വാക്യം. ഈ 9-ന്റെ 28 കേൾക്കണം. ഈ വാക്കുകളെ പറഞ്ഞിട്ട് എവിടെ പോയി? ഏത് മലയില്? ആ മല അറിയാം, ഏതാണ്? താബോർ മല എന്ന് പറയും, മറുരൂപ മല എന്ന് പറയും. അപ്പൊ ഇവരെയും കൂട്ടിക്കൊണ്ട് മലയിട്ട് പോയി. അവിടെ ചെന്ന് മുഖത്തിന്റെ ഭാവം മാറി. ഉടുപ്പ് മിന്നുന്ന വെള്ളയായി തീർന്നു. 2 പുരുഷന്മാർ അവനോട് സംസാരിച്ചു. മതി, മനസ്സിലായ? ഇതേതാ സംഭവം? ദൈവോത്തരൻ എവിടെയാ ഇരിക്കണേ? ദൈവോത്തരന്റെ രൂപേന അഗ്നിജ്വാലക്കത്തുള്ള കണ്ണും വെള്ളോട്ട് സദൃശ്യമായ കാലും. ഈ ആളാണ് സൂര്യൻ. ഇതെവിടെ പ്രതിഫലിക്കും? ദേഹി എന്ന കണ്ണാടിയിൽ പ്രതിഫലിക്കും. യേശുവിന്റെ മുഖം അങ്ങ് മാറി. മുഖം മാറിയിട്ടുണ്ടെങ്കിൽ എവിടെ വ്യത്യാസം വന്നിട്ടുണ്ട്? മുഖം തേജസ്സിൽ പ്രകാശിച്ചിട്ടുണ്ടെങ്കിൽ എവിടെ വ്യത്യാസം വന്നിട്ടുണ്ട്? ദേഹിയിൽ വ്യത്യാസം വന്നു. ദേഹിയിൽ വ്യത്യാസം വരണമെന്നുണ്ടെങ്കിൽ എവിടുത്തെ പ്രതിഫലനം വന്നിട്ടുണ്ട്? ദൈവസിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവോത്തരൻ അതിൽ പ്രകാശിച്ചിട്ടുണ്ട്. അപ്പോ അവന്റെ മുഖം മാറി. ഇതുപോലെ ആയിരുന്ന രൂപമായിരുന്നു എവിടുത്തെ ആരൂപം? ഏദൻ തോട്ടത്തില് ആദാമിനുണ്ടായിരുന്നു. മുഖം എങ്ങനെയായിരുന്നു? മുഖം ഇപ്പൊ ഇതുപോലെ മുഖഭാവം മാറി, മുഖം പ്രകാശിച്ചു, ദേഹിയില് ദൈവോത്തരന്റെ രൂപം വന്നു. ഇവർ രണ്ടുപേരും കൂടെ നടന്നു പോവുക. ആരൊക്കെയാ? എന്തൊക്കെ കാര്യങ്ങളാ ഒന്നാ സംസാരിക്കുന്നത്? ആരൊക്കെയാ? ആദാമും ഹൗവയും ദൈവോത്തരനായ ക്രിസ്തു വരുമ്പോ ഓടിച്ചെല്ലും. എപ്പോഴാ വരുന്നത്? എപ്പോഴാ? വെയിലാറുമ്പോ ഓടിച്ചെന്ന് സംസാരിക്കും. കർത്താവ് സ്വർഗത്തിലെ കാര്യമൊക്കെ പറയും. മനുഷ്യൻ ഇവിടെ ഇന്ന് പകൽക്കാലം ഞാൻ ഇന്ന പഴമൊക്കെ പറിച്ച് തിന്നു, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തെന്ന് മനുഷ്യൻ പറയും. രണ്ടുപേരും കൂടെ ഇങ്ങനെ ഒരുമിച്ച് നടക്കുക. അപ്പൊ ഇവർക്ക് ഏറ്റവും കൂടുതൽ 4 കാര്യങ്ങൾ ദൈവത്തെയാ. ഏതൊക്കെയാ? ഇങ്ങനെ ക്രമം പറയണം. ഏറ്റവും കൂടുതൽ വിശ്വാസം, ഭയം, അനുസരണം, സ്നേഹം, പിന്നെ 4 ഈ 4 ഈ 4 കാര്യങ്ങൾ ഇവർക്ക് ദൈവത്തെ ആണെങ്കിൽ ഇവർക്ക് ദൈവപുത്രന്റെ പ്രകാശനം അവരുടെ ദേഹിയിലുണ്ടാവും. അതിന്റെ പ്രകാശനം അവരുടെ മുഖത്തും ഉണ്ടാവും. ഇങ്ങനെയായിരുന്നു ആദാമിലും ഉണ്ടായിരുന്നത്. ഇതുപോലെ തന്നെയാണ് യേശുവിലും ഉണ്ടായിരുന്നത്. അപ്പോ ഇനി അടുത്ത വിഷയം, സാത്താൻ പറഞ്ഞ് തിന്നുന്ന നാളിൽ ഇതുപോലെ പ്രകാശിക്കൊന്നും വേണ്ട, പിന്നെ എന്ത് വരും? ഈ ഭയങ്കര രൂപം വരുന്നുണ്ടല്ലോ, വെയിലാറുമ്പോൾ കർത്താവ് വരുന്നില്ലേ, അതേപോലെ നിങ്ങളും ആവും. നിങ്ങളും അതുപോലെ ആവും. അപ്പോ ഉള്ളിൽ ജനിച്ചതാണ് ഇത്. ജനിച്ചു മോഹം. മനുഷ്യനെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ 4 കാര്യങ്ങളാണ് ദൈവവുമായിട്ടുള്ള അവന്റെ ബന്ധം. ഭയം, അനുസരണം, സ്നേഹം, വിശ്വാസം. ഈ 4 കാര്യങ്ങളിൽ നിന്ന് അവനെ തെറ്റിക്കാൻ
ഒറ്റ വഴിയേ ഉള്ളൂ. ആ ഒറ്റ വഴിയാണ് മോഹിപ്പിക്കുക, ഉള്ളിൽ മോഹം ജനിപ്പിക്കുക. തിന്നുന്ന നാളിൽ അതാണ് കർത്താവ് ഞങ്ങളോട് പറഞ്ഞത്. എന്താ? അത് തൊടുക പോലും അരുതെന്ന് പറഞ്ഞത്. തിന്നുന്ന നാളിൽ കർത്താവിനെ പോലെയാവും. അതല്ലേ? അവളുടെ ഉള്ളിൽ മോഹം ജനിച്ചു. നാളെ വൈകിട്ട് കർത്താവ് വെയിലാറുമ്പോ വരുമ്പോ ഞാനും ആദാമും എങ്ങനെ ഇരിക്കും? അവൾ ആഗ്രഹിച്ചത് എങ്ങനെയാ? അതുപോലെ അഗ്നിജ്വാലിക്കത്തുള്ള കണ്ണും, മുഖം സൂര്യനെ പോലെ പ്രകാശിക്കുന്നതും, വെള്ളോട് സദൃശ്യമായ കാലും, ഇങ്ങനെ ഭയങ്കരമായ രൂപം തങ്ങൾക്കും കിട്ടും. അവളുടെ ഉള്ളിൽ എന്തുദിച്ചു? മോഹമുദിച്ചു. മോഹമുദിച്ചാൽ ഈ 4 കാര്യങ്ങൾ മാറി. ഏതൊക്കെയാ? ദൈവത്തിലുള്ള വിശ്വാസം കെട്ടു, ദൈവത്തോടുള്ള അനുസരണം കെട്ടു, ദൈവത്തോടുള്ള ഭയം ഇല്ലാതെയായി, ദൈവത്തോടുള്ള സ്നേഹം ഇല്ലാതെയായി. 4 കാര്യം. ഈ ലോകത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത്, ഒരു ദൈവഭക്തന്റെ ഏറ്റവും വലിയ ശത്രുവാണ് മോഹം. ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? മോഹിക്കാൻ പാടില്ല. മോഹിക്കാൻ പാടില്ല. ദൈവത്തിന് ഏറ്റവും വലിയ ശത്രു പിശാചായിരിക്കുന്നത് പോലെ ദൈവഭക്തന് ഏറ്റവും വലിയ ശത്രുവാണ് മോഹം. ദുർമോഹം. മോഹിക്കാൻ പാടില്ല. അങ്ങനെ അവര് മോഹമുദിച്ച്, ഉപദേശം കേട്ട് മോഹമുദിച്ച് ആ വൃക്ഷഫലത്തിലേക്ക് നോക്കി. ആ വൃക്ഷഫലം കാണുവാൻ ഭംഗിയുള്ളത്, തിന്മാൻ നല്ലത്, ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യം. 3 കാര്യങ്ങളാണ് കണ്ടത്. ഏതൊക്കെയാ? കാണുവാൻ ഭംഗിയുള്ളത്, പിന്നെ തിന്മാൻ നല്ല നല്ല ഫലം, തിന്നാൻ നല്ലത്, പിന്നെ ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമാണ് എന്ന് അവള് കണ്ടു. പറിച്ച് തിന്ന്, പറിച്ച് തിന്ന് ഭർത്താവിനും കൊടുത്തു. അവനും തിന്നു, അവനും തിന്നു. ഇതങ്ങ് മാറിപ്പോയി. ഏതൊക്കെയാ? അവന്റെ മുഖത്തു നിന്ന് തേജസ് നീങ്ങി, ദേഹിയിൽ നിന്ന് ദൈവപുത്രന്റെ പ്രകാശനം നീങ്ങി. അവന്റെ ദൈവം, അവൻ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചത്, ദൈവത്തെക്കാൾ വിശ്വസിച്ച ആരെയാ? സാത്താനെ. കാരണം സാത്താൻ പറഞ്ഞാലേ ചെയ്തേ. ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടതാരെയാ? സാത്താൻ. ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതാരെയാ? അവനെ. ഇങ്ങനെ മനുഷ്യവംശത്തിന്റെ ദൈവം എന്നുള്ള സ്ഥാനത്ത് നിന്ന് യഹോവയായ ദൈവം മാറിയതിനു ശേഷം ആ സ്ഥാനത്ത് ആര് വന്നു? എതിരാളിയായ സാത്താൻ വന്നു. അന്ന് മുതലാണ് മനുഷ്യവംശം സർപ്പസന്തതികളായി തീർന്നു. ഏത് സന്തതി? സർപ്പസന്തതികളായി തീർന്നു. സർപ്പസന്തതി എന്ന് ഒരു മനുഷ്യൻ സർപ്പസന്തതി ആയി തീർന്നത് എങ്ങനെയെന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് ഇന്ന് നമ്മൾ പ്രാഥമികമായിട്ട് പഠിച്ചത്. കർത്താവിന് സ്തോത്രം. വീണ്ടും നമ്മൾ പഠിക്കുന്നത് പ്രകാരമാണ്. നമ്മൾ ചിന്തിക്കണം, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് 3 ഘടകങ്ങളോട് കൂടിയാണ്. ഒന്ന് ദേഹം, ദേഹി, ആത്മാവെന്ന് പറയുന്ന 3 ഘടകങ്ങൾ. ഇതിൽ ദേഹം എന്നത് പഞ്ചേന്ദ്രിയങ്ങൾ ഘടിപ്പിച്ചിരിക്കുന്നു. ആത്മാവെന്നത് ജീവനെ കൊടുക്കുന്നു. ദേഹി എന്നത് അവൻ ആരെ ദൈവമായിട്ട് കണക്കുകൂട്ടുന്നുവോ, വിശ്വസിക്കുന്നുവോ, ആ ദൈവത്തിന്റെ പ്രതിഫലനം അവന്റെ ദേഹിയിലുണ്ടാകും, അത് മുഖത്തും ഉണ്ടാകും. അങ്ങനെ ഇത് മുഖത്ത് ഉണ്ടാകണമെങ്കിൽ അവന്റെ ദൈവം ആരെ എന്നുള്ള ചോദ്യത്തിന്, ഇപ്പൊ നമ്മുടെ ദൈവം ആരെ എന്നുള്ള ചോദ്യത്തിന് യഹോവയായ ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് അല്ല. പിന്നെ എങ്ങനെയാ? നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നതും ഭയപ്പെടുന്നതും അനുസരിക്കുന്നതും സ്നേഹിക്കുന്നതും ആരെയാണ്? അവനാണ് നമ്മുടെ ദൈവം. അത് നമ്മുടെ കുഞ്ഞാണെങ്കിൽ ആ കുഞ്ഞാണ് നമ്മുടെ ദൈവം.
ഇപ്പൊ ഉദാഹരണമായിട്ടൊരു കാര്യം പറയാം. ഇപ്പൊ നമ്മൾ ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് തൻ്റെ കുഞ്ഞിനെയാണ്. ഇപ്പോൾ റോയി കുഞ്ഞിനെ തൻ്റെ കുഞ്ഞിനെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതിരിക്കട്ടെ. ഈ കുഞ്ഞിനെ സ്നേഹിക്കുകയും അയ്യോ അവനെന്തെങ്കിലും വരുമോ എന്നുള്ളത് ഭയപ്പെട്ട് അവനെ സ്നേഹിച്ച് ബാക്കിയുള്ള ദൈവത്തെക്കാൾ കൂടുതൽ അവനെ മാനിക്കണമെന്നിരിക്കട്ടെ. ഈ റോയുടെ ദേഹിയിൽ ഏത് പ്രതിഫലനം ഉണ്ടാവും? ഈ കുഞ്ഞിന്റെ പ്രതിഫലനം ഉണ്ടാവും. കുഞ്ഞിന്റെ പ്രതിഫലനം ഉണ്ടെങ്കിൽ അത് എവിടെ നോക്കിയാൽ കാണും? മുഖത്ത് നോക്കിയാൽ കാണും. അതുകൊണ്ടാണ് ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കിയാൽ അറിയാം അവന്റെ എന്തെന്ന്. ഇവന്റെ ദൈവം ആരെന്ന് എവിടെ നോക്കിയാൽ അറിയാം? മുഖത്ത് നോക്കിയാൽ അറിയാം. അങ്ങനെയാണ് മനുഷ്യന്റെ സൃഷ്ടി. ഇത് കഴിഞ്ഞതിന് ശേഷം അവൻ പാപത്തിൽ അകപ്പെട്ട് ദൈവദേശം നഷ്ടപ്പെട്ടതിന് ശേഷം അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് അകന്നുപോയി. അവൻ ലോകത്തിലേക്ക് പോയി. അങ്ങനെ അവന്റെ ജീവിതത്തിൽ മുഖത്ത് ആ ദൈവതേജസ് അങ്ങ് പോയതിനു ശേഷം പകരം വന്നു. എന്തു വന്നു? ഇല്ല, ലജ്ജ വന്നു. ദേഹിയിൽ നിന്ന് ക്രിസ്തു മാറി. എന്തു വന്നു? ഇരുട്ട് വന്നു. ശരീരത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് മാറി. പകരം എന്തു വന്നു? ലോകത്തിന്റെ ആത്മാവ് വന്നു. ഇത്രയും മാറ്റങ്ങൾ അവനിൽ വന്നു. പാപത്തിന് ശേഷം അവനിൽ വന്ന മാറ്റങ്ങളൊന്ന് പറഞ്ഞേ. പോള് പറഞ്ഞേ. അവൻ പാപത്തിന് മുൻപ് അവന്റെ ദേഹം, ദേഹി, ആത്മാവ് എന്ന് പറയുന്ന 3 ഘടകങ്ങൾ മാനുഷികമായിട്ടുണ്ടായിരുന്നു. എന്നാൽ ദൈവപുത്രൻ എന്നുള്ള നിലയ്ക്ക് അവന്റെ മുഖത്ത് തേജസ് ഉണ്ടായിരുന്നു. ദേഹിയിൽ വെളിച്ചമുണ്ടായിരുന്നു. ക്രിസ്തു എന്ന വെളിച്ചമുണ്ടായിരുന്നു. ശരീരത്തിൽ എന്തുണ്ടായിരുന്നു? പരിശുദ്ധാത്മാവുണ്ടായിരുന്നു. ഇങ്ങനെയായിരുന്നു അവന്റെ സംവിധാനം. പാപത്തോടുകൂടി അനുസരണക്കേടോടുകൂടി അവനിൽ നിന്ന് നഷ്ടപ്പെട്ടു. ഓരോന്ന് മാറി വന്നത് പറ. ഏതൊക്കെ മാറിയെന്ന്? മുഖത്തുനിന്ന് തേജസ് മാറി, ലജ്ജ വന്നു. പരിശുദ്ധാത്മാവ് മാറി, ലോകത്തിന്റെ ആത്മാവ് വന്നു. ഇവനെ ദേഹിയിൽ നിന്ന് ഇരുട്ട് മാറി, മഹത്വന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു. ക്രിസ്തു എന്ന പ്രകാശം ഉള്ളിൽ വന്നു. ഇതാണ് പുതിയ നിയമ സഭയുടെ ദൈവത്തിന് മുമ്പാകെയുള്ള സ്ഥാനം. അപ്പൊ ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് ഏറ്റവും മുഖ്യമായിട്ടും ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ അനുസരിക്കേണ്ടത് ആരെയാണ്? ദൈവത്തെയാണ്. ഏറ്റവും കൂടുതൽ വിശ്വസിക്കേണ്ടത് ആരെയാണ്? ദൈവത്തെയാണ്. ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ആരെയാണ്? ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത് ആരെയാണ്? ദൈവത്തെയാണ്. ഈ ഭയം മനുഷ്യർക്കുണ്ടായി മനുഷ്യരാശിയെ യഥാസ്ഥാനപ്പെടുത്തി വീണ്ടും പഴയതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ പരിശുദ്ധാത്മാവിനെ തന്ന്, നമ്മുടെ ദേഹിയിൽ ക്രിസ്തുവിനെ തന്ന്, മുഖത്ത് തേജസ്സിനെ തന്ന് നമ്മെ യഥാസ്ഥാനപ്പെടുത്തി പഴയതുപോലെ ആക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത്. അതുകൊണ്ട് നമ്മൾ പഠിക്കുന്നത് അനുസരണം എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ മുഖ്യമായിട്ടും അനുസരിക്കേണ്ടത് ആരെയാണ്? ദൈവത്തെയാണ്. ഇത് നമ്മളുടെ രണ്ടാം പഠനത്തിന്റെ ഒരു ഭാഗമായിട്ട് ഇന്ന് നമുക്ക് പഠിക്കുകയാണ്. അടുത്ത വിഷയം നമുക്ക് അടുത്ത ആഴ്ച നമുക്ക് ചിന്തിക്കാം. ദൈവസന്നിധിയിലേക്ക് നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ ചിന്തിച്ച വചനങ്ങൾക്കായി സ്തോത്രം. കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് നൽകി തന്ന ഈ വചനപ്രകാരം തന്നെ ഞങ്ങൾ ദൈവത്തോടുള്ള ഭക്തിയിലും വിശ്വസ്തയിലും ദൈവത്തോടുള്ള ഭയത്തിലും അനുസരണത്തിലും സ്നേഹത്തിലും ഞങ്ങൾ പരിപൂർണരായിരിക്കാൻ ദൈവങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദേഹിയിൽ ക്രിസ്തു പ്രകാശിക്കട്ടെ. ഞങ്ങളുടെ മുഖത്ത് ദൈവദേശത്ത് വരട്ടെ കർത്താവ്. ഞങ്ങളുടെ ജീവിതത്തിലെ കുറവുകളെല്ലാം എൻ്റെ കർത്താവെ നീക്കി ഞങ്ങളെ പരിപൂർണരാക്കി തീർക്കണം. ക്രിസ്തുവേശു എന്ന നീതി സൂര്യൻ ഞങ്ങളുടെ
ദേഹിയിൽ പ്രകാശിക്കാൻ, ആ പ്രകാശം ഞങ്ങളുടെ മുഖത്ത് പ്രതിഫലിപ്പിക്കാൻ ഇടവരേണ്ടതിന് വേണ്ടി ലിതിയെ പ്രാർത്ഥിച്ചു. ലിതിയ പ്രാർത്ഥിച്ചു.